സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു വർഷം നമ്മളിൽ നിന്ന് കൊഴിഞ്ഞ് പോയിരിക്കുകയാണ്. ഹിജറ കലണ്ടർ അനുസരിച്ച് 1446 നമ്മോട് വിട പറയുകയും 1447 നമ്മൾ എത്തി നിൽക്കുകയും ചെയ്യുകയാണ്. മുഹറം എന്നറിയപ്പെടുന്ന പവിത്രത എന്നർത്ഥം വരുന്ന ആ പവിത്രമായ മാസം കൊണ്ട് ആരംഭിക്കുന്ന, അതുപോലെ തന്നെ പവിത്രമായ ഒരു മാസമായി അറിയപ്പെടുന്ന ദുൽഹിജ്ജയിൽ അവസാനിക്കുന്ന 12 മാസങ്ങളാണ് ഹിജറ മാസങ്ങളായി നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പരിശുദ്ധ ഖുർആനിലൂടെ അത് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഒരു വർഷം കഴിഞ്ഞു തീരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്, നമ്മുടെ ആയുഷ്കാലത്തിൻ്റെ ഇടക്ക് നമ്മുടെ ഒരു വയസ്സ് കൂടി തീർന്നു പോയിരിക്കുകയാണ്. ഖബറിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ജീവിക്കുവാൻ അവസരം കിട്ടുമ്പോൾ കഴിഞ്ഞ ഒരു വർഷം തനിക്ക് എങ്ങനെയായിരുന്നു എന്ന ചിന്തയും ആ വർഷത്തിൽ തൻ്റെ അടുക്കൽ വന്നുപോയിട്ടുള്ള അപാകതകളെ കുറിച്ചുള്ള കുറ്റബോധവും റഹ്മാനായ റബ്ബിനോട് പ്രത്യേകമായി അവയിൽ സംഭവിച്ചിട്ടുള്ള പാപങ്ങളൊക്കെ എടുത്തെണ്ണി പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് കറകളഞ്ഞ നിലക്കുള്ള പശ്ചാത്താപം അഥവാ തൗബ ചെയ്യുകയും വരും കാല ജീവിതത്തെ നന്നാക്കി എടുക്കുവാൻ വേണ്ട വിധത്തിൽ കൃത്യവും വ്യക്തവുമായ പ്ലാനിങ്ങുകളും പദ്ധതികളും ആവിഷ്കരിക്കുകയും ചെയ്യുക എന്നുള്ളത് സത്യവിശ്വാസികളുടെ കടമയാണ്. ഒരു മാസത്തെ നമ്മൾ ദർശിക്കുമ്പോൾ, പുതിയ ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവായിരുന്നു, അവിടുന്ന് ഹിലാല് കാണുമ്പോൾ അവിടുന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ട്: അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുക്കല്ലാഹ്. നമ്മളിൽ എത്ര പേരതൊക്കെ പറയാറുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മാസപ്പിറവി ദർശിക്കുമ്പോൾ, നമ്മൾ ഹിലാലിനെ മാനത്ത് കാണുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചോദിക്കേണ്ട ചോദ്യമാണത്. അത് എല്ലാ മാസവും അങ്ങനെ തന്നെയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഹില്ലഹു അലൈന, ഈ മാസത്തെ നീ ഞങ്ങൾക്ക് ഉദിപ്പിക്കണമേ. ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാം. 4 കാര്യങ്ങളാണ് പ്രത്യേകം അള്ളാഹുവിനോട് നമ്മൾ കേണപേക്ഷിക്കുന്നത്. നിർഭയത്വത്തിന്റെ മാസമാക്കണം. അമ്ന്, ഒരു പേടിയുമില്ലാതെ ദുന്യവിയും മുഹറവിയുമായ ഭയപ്പാടുകളില്ലാത്ത നിലക്ക് നിർഭയത്വം നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. വൽ ഈമാൻ, യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന്, ഈമാനിൽ നിന്ന് തെറ്റിപ്പോകാൻ ഇടവരുന്ന എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഈ വരും ദിവസങ്ങളിൽ സംഭവിക്കാതെ അല്ലാഹുവേ എൻ്റെ ഈമാനിനെ നീ കാത്ത് രക്ഷിക്കണമേ. വസ്സലാമതി, സുരക്ഷിതത്വം നീ എനിക്ക് ഉറപ്പുവരുത്തണേ അല്ലാഹ്. സലാമത്ത് നൽകേണ്ടവൻ നീയാണ്. ആഫത്തുകളിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹുവേ മുക്തമായ നിലക്ക് ഒരു സലാമത്തിന്റെ മാസമാക്കി നീ മാസത്തെ എൻ്റെ മേൽ ഉദിപ്പിക്കണമേ. അതുപോലെ തന്നെ വൽ ഇസ്ലാം, എൻ്റെ ഇസ്ലാമിന് യാതൊരു തകരാറുമില്ലാതെ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമായി ജീവിച്ച്, കാരണം രാവിലെ മുസ്ലിമാണെങ്കിൽ വൈകുന്നേരമാകുമ്പോഴേക്ക് കാഫിറായി പോകുന്ന ഫിത്നകളും ഫസാദുകളും നിറഞ്ഞാടുന്ന ഒരു ലോകത്താണ് റബ്ബേ ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ഇസ്ലാമിന് യാതൊരു തകരാറുമില്ലാതെ നിന്റെ കാവലുണ്ടാകണമേ. നോക്കൂ നിങ്ങൾ, അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാം. ഇത് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നു റബ്ബി വ റബ്ബുക്കല്ലാഹ്, എന്റെയും നിന്റെയും റബ്ബ് അല്ലാഹുവാണ്.
നമ്മെ സൃഷ്ടിച്ചവനും സൂര്യചന്ദ്ര നക്ഷത്രാളികളെ സൃഷ്ടിച്ചവനുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എന്റെ രക്ഷാശിക്ഷകളിലോ എന്റേതായ ഗുണങ്ങളിലോ ദോഷങ്ങളിലോ സൂര്യചന്ദ്രന്മാർക്കോ നക്ഷത്രങ്ങൾക്കോ ഒരു പങ്കുമില്ല. എന്നെ പടച്ചതും അവരെ പടച്ചതും ഒരേ റബ്ബാണ്. അതുകൊണ്ട് ഞാൻ എന്റെ റബ്ബിലാണെല്ലാം ഭരമേൽപ്പിക്കുന്നത് എന്ന കൃത്യവും വ്യക്തവുമായ തൗഹീദിൽ അധിഷ്ഠിതമായ നിലക്കുള്ള പ്രഖ്യാപനമാണ് ഓരോ മാസപ്പിറവി കാണുമ്പോഴും ഒരു മുസ്ലിം പറയേണ്ടത്. നമ്മൾ മനസ്സിലാക്കണം. ആ നിലക്ക് നമ്മൾ മുഹറം മാസത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കുക, യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തെ എത്രത്തോളം പവിത്രമാക്കിയിട്ടുണ്ട്. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. 12 മാസങ്ങളാണ് പണ്ടേ നിശ്ചയിക്കപ്പെട്ടത്. ആ 12 മാസങ്ങളിൽ 4 മാസം പ്രത്യേകം ആദരിക്കപ്പെടുന്ന മാസങ്ങളാണ്. അതിൽ 3 മാസം തുടർച്ചയായി വരുന്നവയാണ്. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, പിന്നെ റജബ്. ഇങ്ങനെ 4 മാസങ്ങളാണ്. എന്താണ് ഈ മാസങ്ങളുടെ പ്രത്യേകതയായി അല്ലാഹു പറഞ്ഞത്? ഫലാ തുദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. നിങ്ങൾ നിങ്ങളോട് ഒരു ദ്രോഹവും ആ മാസങ്ങളിൽ ചെയ്യരുത്. 12 മാസങ്ങളിലും നമ്മോട് വിരോധിക്കപ്പെട്ട കാര്യമാണ് ഹറാമുകൾ ചെയ്യാൻ പാടില്ല, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യരുത് എന്നുള്ളത് 12 മാസങ്ങളിലും നമ്മുടെ കടമയാണ്. പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടുന്ന മാസങ്ങളാണ് ഈ പവിത്രമായ 4 മാസങ്ങൾ. അങ്ങനെയുള്ള ഒരു മാസത്തിലാണ് നമ്മൾ ഉള്ളത്. മുഹറം. പാപങ്ങൾ ചെയ്താൽ അതിന്റെ ഇരട്ടി ശിക്ഷയുണ്ടാകും, നന്മകൾ ചെയ്താൽ ഇരട്ടിക്ക് പ്രതിഫലങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മാസങ്ങളെപ്പോലെ അല്ലെങ്കിൽ ദിവസങ്ങളെപ്പോലെ കാണേണ്ടവരല്ല മുഹറം എന്ന പവിത്രമായ മാസത്തെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ് മുഹറം മാസത്തെ അള്ളാഹുവിന്റെ റസൂല് വിശേഷിപ്പിച്ചത്. ഷഹ്റുല്ലാഹ്, അള്ളാഹുവിന്റെ മാസമാണ് അൽ മുഹറം. മുഹറം എന്നുള്ളത് അള്ളാഹു അവന്റെ നാമത്തിലേക്ക് ചേർത്തൊരു കാര്യം പറയുമ്പോ അതിന്റെ ബഹുമാനമാണ് അത് സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ പള്ളികൾക്ക് ബൈത്തുല്ലാഹ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മറ്റു ഭവനങ്ങളെ അപേക്ഷിച്ച് ഇതിന് പവിത്രതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഷഹ്റുല്ലാഹ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാസം. എല്ലാം അള്ളാഹുവിന്റെ മാസം തന്നെയല്ലേ? പിന്നെ എന്തുകൊണ്ട് മുഹറമിലേക്ക് അത് ചേർത്ത് പറഞ്ഞു? അതിന്റെ പവിത്രതയും അതിന്റെ മഹത്വവും നമ്മൾ കൃത്യമായി മനസ്സിലാക്കുവാൻ വേണ്ടി തന്നെയാണത്. അതുകൊണ്ട് തന്നെ ആ മാസത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം വഅഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ. റമളാനിലെ വ്രതാനുഷ്ഠാനം കഴിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് മുഹറമിലെ, അള്ളാഹുവിന്റെ മാസമായ മുഹറമിലെ നോമ്പാകുന്നു. നിസ്കാരങ്ങളിൽ നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം സ്വലാത്തുൽ ലൈലി, രാത്രി നമസ്കാരമാകുന്നു എന്ന മഹാനായ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമുക്കൊരു സംശയമുണ്ടാകും, മുഹറത്തിൽ നോമ്പെടുക്കേണ്ടതിന്റെ സ്ഥിതി എന്താണ്? എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരു മാസവും അള്ളാഹുവിന്റെ റസൂൽ പരിപൂർണമായി നോമ്പെടുത്തിട്ടില്ല റമദാൻ അല്ലാതെ. എന്നാൽ മുഹറമിലോ ചില ആളുകൾക്കൊരു ധാരണയുണ്ട്, 1 മുതൽ 10 വരെ പ്രത്യേകം നോമ്പെടുക്കൽ സുന്നത്തുണ്ട് എന്ന്. അങ്ങനെ ഒരു പ്രത്യേക സുന്നത്തില്ല. അതേ അവസരത്തിൽ അള്ളാഹുവിന്റെ മാസമായ മുഹറം എന്ന നിലക്ക് ഈ മാസത്തിൽ കൂടുതൽ നോമ്പുകൾ എടുക്കാം. അത് 1 മുതൽ 10 എന്ന കണക്കില്ല. ഈ മാസം അവസാനിക്കുന്നതിന്റെ ഇടക്ക് ഇതിൽ വരുന്ന തിങ്കളുകൾ മറ്റു മാസങ്ങളെക്കാൾ പ്രാധാന്യമുണ്ട്. ഇതിൽ വരുന്ന വ്യാഴാഴ്ച നോമ്പുകൾ മറ്റു മാസങ്ങളെക്കാൾ പ്രത്യേകതയുണ്ട്. ഇതിൽ വരുന്ന 13, 14, 15 ദിവസത്തെ നോമ്പുകൾ മറ്റു മാസങ്ങളെക്കാൾ പ്രത്യേകതയുണ്ട്. അതേപോലെ തന്നെ മുഹറം 9 താസുആ പ്രത്യേകം സുന്നത്തുള്ള നോമ്പിന്റെ ദിവസമാണ്. മുഹറം 10 ആശൂറാ അത് ഏറ്റവും പ്രാധാന്യമുള്ള ശ്രേഷ്ഠതയുള്ള വ്രതാനുഷ്ഠാനമാണ്. ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി സഹോദരന്മാരെ, ഇത്രത്തോളം പവിത്രതയുള്ള ഈ ഒരു മാസത്തെ ഭയപ്പാടോടുകൂടി കാണുന്ന ആളുകളുണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ. മാസം മുഹറമാസം എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ പലർക്കും പേടിയാണ്. മുഹറമാസം മറഞ്ഞു കണ്ടാൽ ആ വർഷം മുഴുവനും ആപത്തും മാറാവ്യാധികളും തീർന്നു പോവുകയില്ല എന്ന് പ്രചരിപ്പിച്ചിട്ടുള്ള അന്ധവിശ്വാസികളുണ്ട്. മുഹറമാസം മറഞ്ഞു കണ്ടാൽ മറഞ്ഞ ഭാഗം കാണില്ല എന്നുള്ളതല്ലാതെ യാതൊന്നും ഇവിടെ സംഭവിക്കാനില്ല. ആ അന്ധവിശ്വാസത്തെ നമ്മൾ നാട് കടത്തിയതാണ്. പലരും അത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, മുഹറം എല്ലാവർക്കും പേടി എന്ന് പറയാൻ കാരണം
ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ, ഒരു വാഹനം നടുറോട്ടിലേക്ക് ഇറക്കുകയാണെങ്കിൽ, വിവാഹം നിശ്ചയിക്കുകയാണെങ്കിൽ, വീട് താമസമാക്കുകയാണെങ്കിലൊക്കെ എല്ലാവരും പറയും മുഹറം 10 കഴിഞ്ഞോട്ടെ, മുഹറം 10 കഴിഞ്ഞോട്ടെ. എന്താ പേടിയാണ്. മുഹറം 1 മുതൽ 10 വരെ നഹ്സാണ് എന്നാണ് പല പഞ്ചാംഗങ്ങളിലും അറബി കലണ്ടറുകളിലും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പല മുസ്ലിയാക്കന്മാരുടെ സ്ഥാപനങ്ങളുടെ കലണ്ടറുകളിലും മുഹറം മാസത്തിൽ എന്ന് മാത്രമല്ല അറബി മാസങ്ങളിലെ 12 മാസങ്ങളിൽ പലതിനെയും നഹസ് എന്ന മുദ്രകുത്തി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്താണ് നഹസ് എന്ന് പറഞ്ഞാൽ? ദുഷിച്ച ദിനം, ദുർദിനം എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ദിവസങ്ങളെയും മാസങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചത്. സമയത്തെയും കാലത്തെയും സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെ ചീത്ത പറയുന്നതിന് സമാനമാണ് ഏതെങ്കിലും ഒരു ദിവസത്തെ അത് മോശപ്പെട്ട ദിവസമാണെന്ന് പറയൽ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ചീത്ത പറയുന്നതിന് സമാനമാണ് ഇതേപോലെയുള്ള നഹസിന്റെ വിശ്വാസം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലർക്കും പേടി, 1 മുതൽ 10ന്റെ ഇടയ്ക്ക് കല്യാണം നടത്തിയാൽ അത് പിന്നെ തലാഖിലേ എത്തൂ. പല വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ മാറണം, മാറ്റണം. അങ്ങനെ ഒരു മാസത്തെ സംബന്ധിച്ച് നമ്മൾ വിചാരിക്കുവാനോ ഒരു ദിവസത്തെ സംബന്ധിച്ച് അങ്ങനെ ചിന്തിക്കുവാനോ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഒരുപാട് വിജയങ്ങൾ മുസ്ലിം ലോകത്തിന് ലഭിച്ച മാസമാണ് മുഹറം മാസം. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഫറോവയുടെ ദുർഭരണത്തിൽ നിന്ന്, അവന്റേതായ പീഡനങ്ങളിൽ നിന്ന്, ശിർക്കിന്റെ പ്രചരണത്തിന് കൂട്ടുനിന്നില്ല എന്നതിന്റെ പേരിൽ മൂസ നബി അലൈഹിസ്സലാമിനെയും അനുയായികളെയും ചെങ്കടൽ കടത്തി രക്ഷപ്പെടുത്തിയ ദിവസമായിരുന്നു മുഹറം 10. അന്ന് മുസ്ലിമീങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നു. അതുകൊണ്ടാണ് നോമ്പനുഷ്ഠിക്കുന്നത്. അതിന് ആദര സൂചകമായി കൊണ്ട് മുത്തു മുസ്തഫ പഠിപ്പിച്ചിരുന്നതാണ് മുഹറം 10ലെ നോമ്പ്. അതല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മരണത്തിന്റെ പേരിലല്ല മുഹറം 10ന്റെ നോമ്പ് നമ്മൾ എടുക്കുന്നത്. ചില റേഡിയോ സ്റ്റേഷനുകളിലൊക്കെ മുമ്പ് കാലത്ത് സ്ഥിരമായി കേട്ടിരുന്ന ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു. ഇന്ന് മുഹറം 10 മഹാനായ പ്രവാചകന്റെ പൗത്രൻ ഹുസൈൻ എന്നവർ കർബലയിൽ കൊല്ലപ്പെട്ടതിന്റെ ഓർമ്മ പുതുക്കുവാനാണ് മുസ്ലിമീങ്ങൾ മുഹറം 10 ആചരിക്കുന്നത് എന്നുള്ള വിഡ്ഢിത്തം, വിവരക്കേട് പലരും പ്രക്ഷേപണം ചെയ്തിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇന്നും അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. മുഹറം 10 കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായതിന്റെ ഓർമ്മയ്ക്കാണ് നോമ്പെടുക്കുന്നത് എന്ന്. ഒരിക്കലും അല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്കാലഘട്ടത്തിൽ തന്നെ പഠിപ്പിച്ചതാണ് മുഹറം 10ലെ നോമ്പ്. അള്ളാഹുവിന്റെ റസൂലിന്റെയും കാലശേഷം ഹിജ്റ 61 കർബലയിൽ വെച്ച് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരക്കിടാവ്, നമ്മൾ ജീവന തുല്യം സ്നേഹിക്കുന്ന മുത്ത മുസ്തഫായുടെ പേരമകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടത്. അതൊരു കറുത്ത അധ്യായം തന്നെയായിരുന്നു. അത് ചരിത്രത്തിലേറ്റ ഒരു പരാജയത്തിന്റെ, എല്ലാം വിജയങ്ങളുടെ ചരിത്രമാണെങ്കിൽ അതൊരു പരാജയത്തിന്റെ കറുത്ത പുള്ളി തന്നെയായിരുന്നു. പക്ഷേ അതിന്റെ പേരിൽ ആ ദിവസത്തെ മോശമായി കാണാനോ അല്ലെങ്കിൽ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെ ദുർദിനങ്ങളായി, ദുഷിച്ച ദിനങ്ങളായി കാണുവാനോ അഹ്ലുസുന്ന പഠിപ്പിക്കുന്നില്ല. ആ വിശ്വാസം ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത് ഷിയാക്കളാണ്. ഷിയാക്കളുടെ വിശ്വാസമാണ് മുഹറം ആകെ വിഷമം പിടിച്ച ദിവസമാണെന്ന്. അതുകൊണ്ട് അവർ മുഹറത്തിന്റെ ആദ്യ നാളുകളിൽ മുഹറം 10-നുമൊക്കെ അവർ മാറത്തടിക്കും, കവളത്തടിക്കും, വസ്ത്രം വലിച്ചു കീറും, ചങ്ങല കൊണ്ടും കത്തികൾ കൊണ്ടും ശരീരത്തിൽ മുറിവാക്കി നടുറോട്ടിലൂടെ രക്തം ചീറ്റും. ദുഃഖത്തിന്റെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് അവർ പൊട്ടിക്കരയും. മുത്ത മുസ്തഫ പഠിപ്പിച്ചിട്ടില്ലാത്ത കള്ള ഹദീസുകൾ ഉരുവിട്ടുകൊണ്ട് അവർ വല്ലാതെ നിലവിളിച്ച് കരയും. ഈ രൂപത്തിലൊക്കെയുള്ള ദുരാചാരങ്ങൾ ഷിയാക്കളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലേക്കും ഷിയായിസം വല്ലാതെ കടന്നു വരുന്നുണ്ട് എന്നുള്ളത് ജാഗ്രതയോടുകൂടി നമ്മൾ കാണണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മുഹറമിനെ സംബന്ധിച്ചുള്ള ഈ അന്ധവിശ്വാസങ്ങളും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലാത്ത നിലക്കുള്ള അതിനെ വിലയിരുത്തലും ഒരു മുസ്ലിമിന് ഒരിക്കലും യോജിക്കാത്ത കാര്യമാണ് എന്ന് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചല്ലോ, ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ നിങ്ങളോട് ഒരു ദ്രോഹവും ചെയ്യരുത് ഈ മാസത്തിൽ എന്നാണ്. ഒരു മാസത്തിലും നമുക്ക് നമ്മളോട് ദ്രോഹം ചെയ്യാൻ പാടില്ല. കുറ്റങ്ങൾക്ക് അത് വർദ്ധിച്ച തോതിലുള്ള ശിക്ഷയുണ്ടാകും. കാരണം പവിത്രമായ അള്ളാഹു ആദരിച്ച പവിത്രമായ സ്ഥലങ്ങളുണ്ട്, പവിത്രമായ ദിവസങ്ങളുണ്ട്, പവിത്രമായ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നന്മകൾ ചെയ്യുമ്പോൾ പ്രത്യേകതയുണ്ട്. അതുകൊണ്ടല്ലേ ഹറമിൽ വെച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് അള്ളാഹു ആദരിച്ച പവിത്രമായ സ്ഥലമാണ്.
അത് മറ്റു സ്ഥലങ്ങളെ പോലെയല്ല. അതേപോലെ പവിത്രമായ ദിനങ്ങൾ, പവിത്രമായ മാസങ്ങൾ, അതൊക്കെ മറ്റു മാസങ്ങളെ പോലെ അവഗണിക്കേണ്ടതല്ല. നന്മകൾ അധികരിപ്പിക്കുവാൻ, തിന്മകൾ വരാതെ നോക്കുവാൻ മാസത്തിന്റെ തുടക്കത്തിലെ നമ്മുടെ ദുആയിൽ പറഞ്ഞില്ലേ, ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാം എന്ന്. ആ സലാമത്തും ഇസ്ലാമും ഈമാനും ഒക്കെ നിലനിൽക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ധാരാളമായി മുഹറമിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പാപങ്ങൾ ഒന്നും വരാതെ നോക്കണം. ഏറ്റവും വലിയ വൻപാപമായ ശിർക്കിനെ, മാരകമായ ശിർക്ക്, അതിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ച കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂല് വഫാത്താകുന്ന നാളിൽ പോലും പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ യഹൂദികളെ പോലെ, നസറാനികളെ പോലെ നിങ്ങളായി പോകരുത്. അവരുടെ പുണ്യാത്മാക്കളും നബിമാരും ഒക്കെ മരണപ്പെട്ടാൽ അവരുടെ ഖബറുകളെ അവർ ആരാധനാലയങ്ങളാക്കി മാറ്റിയിരുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂല് ഖബറിന്റെ ഉയരം പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിലെ ഖബർ, ഏതൊരു മുസ്ലിമായ വ്യക്തിയും മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഖബർ ഒരു ചാണിലപ്പുറം ഉയർത്താൻ പാടില്ല. അത് നബിമാരുടേതാണെങ്കിലും ശുഹദാക്കളുടേതാണെങ്കിലും വലിയൻ്റെതാണെങ്കിലും ആരുടേതാണെങ്കിലും ഭൂമിയുടെ സമനിലത്തിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഒരു ഖബറും ഉയർത്തപ്പെടാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ആ മൂന്ന് ഖബറുകളും ഒരേ സ്ഥലത്താണുള്ളത്. ഒരു ചാണിലപ്പുറം ആ ഖബറുകളൊന്നും ഉയർത്തപ്പെട്ടിട്ടില്ല എന്ന് ആ ഖബറുകൾ കണ്ടിട്ടുള്ള പൂർവീകരായ സഹാബിമാരെ കണ്ട താബിഈങ്ങളൊക്കെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയത് ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കുവാനും പകർത്തി എഴുതുവാനും സാധിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമാണ് ഇസ്ലാം. ശിർക്കിനെതിരെ ഇസ്ലാം ഗൗരവത്തോടുകൂടെ പറഞ്ഞു. അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, റബ്ബല്ലാത്തവരോട് സങ്കടം പറഞ്ഞുകൊണ്ട് അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന ആളുകൾ അവരുടേതായ ഖബറുകളെ പോയി മുത്തുകയും തടവുകയും അതിന്മേൽ പട്ടുമൂടുകയും അവരെ ആദരിച്ചുകൊണ്ട് അവരിൽ നിന്ന് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ വിളക്ക് കൊളുത്തുകയും ജാറം മൂടുകയും അവിടെയുള്ള കാണിക്കപ്പെട്ടിയിൽ നാണയത്തുട്ടുകൾ ഇടുകയും അങ്ങോട്ട് പഴക്കുലകളും അതുപോലെ തന്നെ പച്ചക്കറികളും മൃഗസമ്പത്തിൽ നിന്ന് പല വിഹിതങ്ങളുമൊക്കെ അങ്ങോട്ട് നേർച്ചയും കാണിക്കയുമായി സമർപ്പിക്കലും തുടങ്ങി 100 കൂട്ടം ദുരാചാരങ്ങളിൽ നിന്ന് മഖ്ബറകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. ഈ മാസത്തിൽ നമ്മൾ ആലോചിക്കണം, ഒരു പുതിയ വർഷത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഈമാൻ അത് സുരക്ഷിതമായി നിലനിൽക്കണം. സാന്ദർഭികമായി ഉണർത്തട്ടെ, നമ്മുടെ നാട്ടിലെ ഒരു മുസ്ലിയാർ 2 ദിവസം മുമ്പ് മരണപ്പെട്ടപ്പോൾ അയാൾ താമസിച്ചിരുന്ന വീടിന്റെ ഒരു റൂമിൽ അവിടെയുള്ള ടൈൽസ് പൊളിച്ച് അവിടെയാണ് അയാൾക്ക് ഖബർ ഒരുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, മുസ്ലിമീങ്ങളുടെ പൊതുവെയുള്ള സമ്പ്രദായം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതൽക്ക് അവിടുന്ന് ഒരുപാട് ഖബറുകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു മുഹാജിറുകളിലെ പ്രമുഖനായിരുന്നു. അദ്ദേഹമാണ് മദീനയുടെ പൊതു മഖ്ബറയായ ബഖീയിൽ വക്കപ്പെട്ട 1ാമത്തെ മയ്യത്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു എന്ന പ്രഗൽഭനായ സഹാബിക്ക് ഖബർ ഒരുക്കിയത് അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിലല്ല, മുസ്ലിമീങ്ങളുടെ പൊതു മഖ്ബറയായ ബഖീയിൽ വെച്ച 1ാമത്തെ മയ്യത്തായിരുന്നു. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് അതായിരുന്നു ആദ്യത്തെ അവിടുത്തെ ഖബർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്തഫായുടെ കാലം തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ സലഫുസ് സാലിഹീങ്ങളുടെയും നടപടിക്രമം മരണപ്പെട്ടാൽ പൊതു സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അഥവാ പൊതു മഖ്ബറകളിൽ കൊണ്ടുപോയി മറമാടുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ എന്തേ വീട്ടിനകത്തായത് എന്ന സ്വാഭാവിക സംശയമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കളുടെ പ്രത്യേകത, അവരുടെ ഖബർ എവിടെയാണോ ഉള്ളത് അവിടെയായിരിക്കും അവർ വഫാത്താവുക എന്ന നിയമമുണ്ട്. അത് നബിമാരുടെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് അവരെ അവരുടേതായ ആ സ്ഥാനത്ത് അവർക്ക് വേണ്ടി ഖബർ ഒരുക്കിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, അതാണ് ഏറ്റവും പ്രധാനം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ യഹൂദി നസറാനികളെ പോലെയാകരുത്. അവർക്ക് അള്ളാഹുവിന്റെ ശാപം കിട്ടി. എന്തേ ശാപം കിട്ടാൻ കാരണം? അവർ അവരുടെ നബിമാരുടെയും പുണ്യാത്മാക്കളുടെയും ഖബറുകൾ അവർ അത് മസാജിദുകളാക്കി മാറ്റി, ആരാധനാലയങ്ങളാക്കി മാറ്റി എന്നുള്ളതാണ്. അത് എന്റെ സമൂഹമേ നിങ്ങൾ ചെയ്യരുത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂല് ഭയപ്പെട്ടു. ആ ഭയപ്പാടില്ലായിരുന്നുവെങ്കിൽ അവിടുത്തെ ഖബറും വെളിമ്പ്രദേശത്ത് തന്നെ ഞങ്ങൾ ആക്കുമായിരുന്നു എന്നാണ് ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. അപ്പൊ അത് മറയുടെ ഉള്ളിലാക്കിയതെന്തിനാ? ഇത് ഭയപ്പെട്ടത് കൊണ്ടാണ്.
ആ നിലക്കുള്ള പ്രത്യേകതയും അത് അവിടുത്തെ പ്രത്യേകതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ടാണ് ഇന്ന് സ്വന്തം വീട്ടിലെന്തിനാ ഖബർ ഉണ്ടാക്കുന്നത്? വലിയ വരുമാന മാർഗമായിട്ടത് ഉണ്ടാവാനും ധാരാളക്കണക്കിന് അത് ഉയർത്തി കെട്ടിപ്പടുത്ത് അള്ളാഹുവിന്റെ റസൂല് ശപിച്ച ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ തന്റെ ഖബറിന്റെ മേൽ വേണം എന്ന നിലക്ക് തന്നെയാണ്. അങ്ങനെ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിലക്ക് ഖബർ കെട്ടിപ്പടുക്കാനും അതിന്മേൽ ജാറം മൂടാനും അവിടെ വിളക്ക് കൊളുത്താനും അവരോട് വിളിച്ച് സങ്കടം പറയാനും അവരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നുവരെ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അധപ്പതിച്ച ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഖബറുമായി ബന്ധപ്പെട്ടുള്ള ദർഗാ വ്യവസായങ്ങൾ, ജാറ വ്യവസായങ്ങൾ സമൂഹത്തെ ശിർക്കിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. നമ്മളത് ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുകയും നമ്മുടെ ഈമാനിനെ, നമ്മുടെ മക്കളുടെ ഈമാനിനെ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഈമാനിനെ സർവ്വ ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്നും മുക്തമാക്കിക്കൊണ്ട് യഥാർത്ഥമായ ഈമാനിലും ഇസ്ലാമിലും ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് തന്നെ നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വരും ദിവസങ്ങളിലും വരും കാലത്തും നമുക്ക് അല്ലാഹു നൽകുന്ന ദീർഘായുസ്, ആ നിലക്കുള്ള ആഫിയത്തുള്ള ഒരു ദീർഘായുസ്, ഇസ്ലാമികമായ ഒരു ജീവിതം നിലനിർത്തുന്ന ദീർഘായുസ്, അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും സുരക്ഷിതത്വവും ഈമാനികമാവും നിർഭയത്വവും അതേപോലെ ഇസ്ലാമികമായ നിലക്കുള്ള സുരക്ഷയും എല്ലാം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദു ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. തഖ്വയുള്ളവരിൽ ചേർത്ത് റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഹിജറ വർഷം എന്ന നിലക്കാണ് നമ്മൾ ഈ അറബി മാസങ്ങൾ അറിയപ്പെടുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്തതാണ് ഹിജറ. ഹിജറ മാസം, ഹിജറ വർഷം തുടങ്ങുന്നത് മുഹറമിലായത് എന്തുകൊണ്ടാണ്? മുഹറമിലാണോ ഹിജറ പോയത്? അല്ല, റബീഉൽ അവ്വലിലായിരുന്നു ഹിജറ പോയത്. എന്നാൽ ഹിജറക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതും കുറേ സഹാബിമാരൊക്കെ ഹിജറ പോയി തുടങ്ങിയതുമായ മാസം മുഹറമായിരുന്നു. അതുകൊണ്ടാണ് അറബി ഹിജറ കലണ്ടർ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് രൂപീകൃതമായപ്പോൾ മുഹറത്തെ ഒന്നാമത്തെ മാസമാക്കിക്കൊണ്ട് ഹിജറ കലണ്ടർ രൂപീകൃതമായി. ഹിജറയുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സുകളിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരും ആണും പെണ്ണുമൊക്കെ മക്ക വിട്ട് മദീനയിലേക്ക് പോയത് സുഖവാസത്തിന് പോയതായിരുന്നില്ല. തൗഹീദും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടപ്പോൾ, പീഡനങ്ങൾ വർദ്ധിച്ചപ്പോൾ സഹിക്കവയ്യാതെയാണ് അള്ളാഹുവിന്റെ റസൂലും സഹാബിമാരും സ്വരാജ്യമായ മക്ക വിട്ട് മദീനയിലേക്ക് പോകേണ്ടി വന്നത്. വലിയ ത്യാഗം സഹിച്ചുകൊണ്ടാണെന്ന് ആണും പെണ്ണുമൊക്കെ മദീനയിലേക്ക് യാത്രയായത്. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഞാനും നിങ്ങളുമൊക്കെ എന്താണ് സഹിച്ചിട്ടുള്ളത്. പിറന്ന നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടപ്പോൾ ഉടുതുണിക്ക് മറുതുണിയല്ലാതെ മറ്റൊന്നും കൈകളിലേന്താൻ കഴിയാതെ ധനാഢ്യരായ ആളുകളടക്കം മദീനയിലേക്ക് എല്ലാം മക്കയിൽ വിട്ടേച്ചുകൊണ്ട് പോയ ചരിത്രമാണ് ഹിജറ. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അവർ പോയത്. നമ്മൾ ആലോചിക്ക്, നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് ദീനനുസരിച്ചു കൊണ്ട് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ ഈ രാജ്യം വിട്ട മറ്റൊരു രാജ്യത്തിലേക്ക് ഹിജറ പോകേണ്ടുന്ന ഒരു സാഹചര്യം ഇന്ന് ഈ രാജ്യത്ത് ജീവിക്കുന്ന നമുക്കില്ല. അള്ളാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. എന്നാൽ നമ്മൾ ചിന്തിക്കണം, ഈ സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ നമ്മളിൽ എത്ര പേര് ദീനനുസരിച്ച് ജീവിക്കുന്നുണ്ട്? രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ ഇടക്കുള്ള സമയങ്ങളിൽ നമുക്ക് നിർവഹിക്കുവാനുള്ള എല്ലാ കടമകളും കടപ്പാടുകളും നമ്മൾ നിർവഹിക്കാറുണ്ടോ?
അള്ളാഹു തന്ന ഈ സ്വാതന്ത്ര്യം, റബ്ബ് തന്നിട്ടുള്ള ഈ സൗകര്യം നമ്മളിൽ എത്ര പേര് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? 5 നേരത്തെ നിസ്കാരത്തിന്റെ കാര്യം എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്? സാമ്പത്തിക മേഖല ശുദ്ധീകരിക്കുവാൻ, പലിശ മുക്തമാക്കുവാൻ നമ്മിൽ എത്ര പേര് പരിശ്രമിക്കാറുണ്ട്? അതുപോലെ തന്നെ ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ചേ ഞാൻ ജീവിക്കുകയുള്ളൂ, എന്റെ റബ്ബിനെ ഇഷ്ടപ്പെടാത്തത് ഞാൻ ചെയ്യുകയില്ല എന്ന് നമ്മൾ അള്ളാഹുവിനോട് പറയുന്നുണ്ട്. നിസ്കാരത്തിൽ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാഹിനോട് പറയുന്നുണ്ട്, അള്ളാഹുവേ, എന്റെ ജീവിതവും എന്റെ മരണവും ഒക്കെ നിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമായിരിക്കും എന്ന്. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന നമ്മൾ, അങ്ങനെയുള്ള പൊരുത്തത്തിലായിരിക്കും എന്ന് പറയുന്ന നമ്മൾ, എത്ര പേര് അള്ളാഹുവിന് എതിർപ്പുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ? അതുകൊണ്ട് ആലോചിക്കുക. മുസ്തഫായുടെ കാലത്ത് ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വന്ന ഒരു സാഹചര്യം ഇന്ന് നമുക്കില്ലെങ്കിലും ഇന്നും നിലനിൽക്കുന്ന ഒരു ഹിജറയുണ്ട്. അത് നമുക്കൊക്കെ ചെയ്യാനുള്ള ഹിജറയാണ്. അതെന്താണ് ആ ഹിജറ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. അള്ളാഹു വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഹിജറ പോകുന്നവനാണ് യഥാർത്ഥത്തിലുള്ള മുഹാജിർ. അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അള്ളാഹ് അനുവദിച്ച കാര്യങ്ങളിലേക്ക് യാത്ര പോകണം. ഹറാമിൽ നിന്ന് ഹലാലിലേക്കുള്ള യാത്ര, ശിർക്കിൽ നിന്ന് തൗഹീദിലേക്കുള്ള യാത്ര, ബിദ്അത്തിൽ നിന്ന് സുന്നത്തിലേക്കുള്ള യാത്ര, അനീതികളിൽ നിന്ന് നീതിയിലേക്കുള്ള യാത്ര, അധർമ്മങ്ങളിൽ നിന്ന് ധർമ്മത്തിലേക്കുള്ള യാത്ര, അശ്ലീലതകളിൽ നിന്ന് ശ്ലീലതകളിലേക്കുള്ള യാത്ര. ഇതൊക്കെയാണ് ഇന്നത്തെ യഥാർത്ഥത്തിലുള്ള ഹിജറ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സംഗതികൾ ലോകത്ത് പെരുകുമ്പോ അതിന്റെ പിന്നാലെ കൂടിക്കൊടുക്കേണ്ടവരല്ല നമ്മൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ശിർക്ക് തഴച്ചു വളരുന്നത് പോലെ തഴച്ചു വളരുന്ന വ്യവസായമാണ് ലഹരി എന്ന് പറയുന്നത്. ലോക ലഹരി വിരുദ്ധ ദിനമായി ഇന്നലെ ആചരിച്ചു. ആചരണം കൊണ്ട് കാര്യമായില്ല, നിയമങ്ങൾ കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. ഇവിടെ നിയമങ്ങൾക്കൊരു പഞ്ഞവുമില്ല. മറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ഈമാനികമായ ബോധമെന്നുകൊണ്ട് മാത്രമേ മനുഷ്യന് ലഹരിയിൽ നിന്ന് മുക്തനാകുവാൻ സാധിക്കുകയുള്ളൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് മദ്യമില്ലാതെ ജീവിക്കാനാവില്ലെന്നും മരിച്ചാൽ പോലും മദ്യം പുരഞ്ഞു പൊങ്ങുന്ന മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി എന്നെ മറമാടണമെന്നും വസിയത്ത് എഴുതി വെച്ച അറബികളെ അള്ളാഹുവിന്റെ റസൂല് മാറ്റിയെടുത്തത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു കൊടുത്ത് അവരുടെ മനസ്സിൽ സ്രഷ്ടാവിനെ കുറിച്ചുള്ള പേടി ഉണ്ടാക്കിയതിലൂടെ മാത്രമാണ്. അതിലൂടെ മാത്രമേ മനുഷ്യൻ ലഹരിയിൽ നിന്നും എല്ലാ തോന്നിവാസങ്ങളിൽ നിന്നും മുക്തമാവുകയുള്ളൂ. മനുഷ്യ മനസ്സുകൾക്ക് ടെൻഷൻ ഇല്ലാതായി തീരുവാനുള്ള വഴി എന്താണ്? ലഹരിയല്ല, മറ്റേതെങ്കിലും മാർഗങ്ങളല്ല, അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, റബ്ബിനെ ഓർക്കേണ്ട നിലക്ക് ഓർക്കുക. അതുകൊണ്ട് മാത്രമേ ഹൃദയങ്ങളുടെ ഡിപ്രഷനും അതുപോലെ തന്നെ ഹൃദയങ്ങളുടെ സംഘർഷങ്ങളും അശാന്തിയുമൊക്കെ പമ്പ കടക്കുകയുള്ളൂ. മനുഷ്യ മനസ്സുകൾക്ക് ശാന്തി കിട്ടാൻ അള്ളാഹുവിനെ ഓർക്കേണ്ട നിലക്ക് ഓർത്ത് അവനെ മാത്രം ആരാധിക്കുന്നതിലൂടെ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ലഹരിയിൽ നിന്ന് മുക്തമാകുവാൻ ഡാൻസ് കളിക്കൽ പരിഹാരമല്ല. ഒരു കാലഘട്ടത്തിൽ കൊറോണയെ ആട്ടിയോടിക്കുവാൻ വേണ്ടി പാത്രം കൊട്ടാൻ പറഞ്ഞതുപോലെ ഇപ്പൊ ചിലർ പറയുന്നുണ്ട് കുട്ടികളോട്, നിങ്ങൾ സൂംബ ഡാൻസ് കളിക്കണം, എന്നാൽ ലഹരിയിൽ നിന്ന് മുക്തമാവാമെന്ന്. എങ്ങനെയാണത് മുക്തമാവില്ലെന്ന് അവർക്കേ അറിയുകയുള്ളൂ. മാനസിക സമ്മർദ്ദം കുറക്കുവാൻ ഈ നിലക്കുള്ള പരിഹാര മാർഗങ്ങളല്ല വേണ്ടത്. മനുഷ്യന്റെ മനസ്സിന് ഉല്ലാസവും ഉന്മേഷവും പകരുന്ന അനുവദിക്കപ്പെട്ട കളികളാവാം. അതേ അവസരത്തിൽ അതിനേക്കാൾ ഉപരി താൻ എവിടെ നിന്ന് വന്നു, എന്റെ ബാധ്യത എന്താണ്, ഇനി ഞാൻ എങ്ങോട്ട് പോകുന്നു എന്ന തികച്ചും പരലോക ബോധവും സ്രഷ്ടാവിനെ കുറിച്ചുള്ള ഭയവും നിമിത്തം മാത്രമേ മനുഷ്യന്റെ മനസ്സുകൾക്ക് മാനസിക പിരിമുറുക്കങ്ങൾ ഇല്ലാതാവുകയുള്ളൂ. ആ മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിനുവേണ്ട വിധത്തിൽ നമ്മൾ വിശുദ്ധ ഖുർആനിനെ പഠിക്കണം, അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. അവിടുന്ന് പഠിപ്പിച്ചതുപോലെ ജീവിതത്തിന്റെ എ മുതൽ സെറ്റ് വരെ നമ്മൾ ക്രമീകരിക്കണം. എനിക്കിഷ്ടമുള്ളത് ഇസ്ലാമിൽ ഞാൻ സ്വീകരിക്കും, എനിക്ക് താല്പര്യമില്ലാത്ത ഇസ്ലാമിന്റെ നിയമങ്ങളെ ഞാൻ തള്ളിക്കളയും എന്നുള്ള ഇരട്ടത്താപ്പ് ഒരു യഥാർത്ഥ വിശ്വാസിക്കൊരിക്കലും യോജിച്ചതല്ല. അത് പിഴച്ചുപോയവരുടെയും അഭിശപ്തരായ ആളുകളുടെയും സ്വഭാവമാണെന്നാണ് ഖുർആൻ പറയുന്നത്. അവരിൽ എന്നെ ഉൾപ്പെടുത്തല്ലേ എന്നാണ്
ദിനവും 17 തവണ നമ്മൾ അള്ളാഹുവിനോട് ഫാത്തിഹ സൂറത്തിന്റെ അവസാനത്തിൽ തേടിക്കൊണ്ടിരിക്കുന്നത്. ആ തേട്ടത്തിൽ നമുക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു അനുഗ്രഹിച്ചവരുടെ പാതയിൽ നീ ഞങ്ങളെ ചേർക്കണേ എന്ന് പറയുന്ന ആ ദുആക്ക് അനുഗുണമായ നിലക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ക്രമീകരിക്കലാണ്, ശുദ്ധീകരിക്കലാണ്, ശ്രദ്ധിക്കലാണ്. ഇതാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം ഓർക്കേണ്ടത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും ഈമാനികമായ സ്ഥിരത എന്നും നിലനിർത്തിക്കൊണ്ട് റബ്ബിനെ സ്നേഹിക്കുന്ന, അവന്റെ റസൂലിനെ സ്നേഹിക്കുന്ന, ഇസ്ലാമിക ചിഹ്നങ്ങളെ ആദരിക്കുന്ന നല്ലവരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. اللهم أجرنا وأجر والدينا من النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله.